ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നല്ല തേങ്ങാപ്പാലും അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഗ്ലാസോളം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണി റൈസിൽ, അതായത് കഴമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ. അതായത് വൃത്തിയാക്കിയ ഒരു സമയം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കരുത്. സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ സാധാരണ എങ്ങനെയാണോ നെയ്യെല്ലാം ഇട്ട് കൊടുക്കാറ് അതേപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, ഗ്രാമ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഞാനൊരു 6 ഗ്ലാസ്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി 2 ഗ്ലാസ് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറിയ ഉള്ളി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളി ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആ ഒരു ചോറിലേക്ക് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പിടി ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഒരു ടേസ്റ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് അങ്ങ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആ ഒരു തേങ്ങാപ്പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 6 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മളൊന്ന് അടി കൂട്ടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നാലും നമുക്ക് ചോറ് പൊട്ടിപ്പോവാണ്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലേൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത്, അത് വെന്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഇത് നല്ല അടിപൊളി റൈസാണ്. ഇനി നമ്മളിത് നല്ല ചൂടോടെ കാണുമ്പോഴാണ് ആ ഒരു എന്താ പറയുക ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നത്. അതൊന്ന് ചെറിയൊരു ചൂടൊക്കെ തന്നു കഴിഞ്ഞാൽ നല്ല വിട്ട് തന്നെ നിൽക്കും. നല്ല അടിപൊളി റൈസാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് ഈ ഒരു ചോറിന്, നല്ല തൂവെള്ള കളറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്